പുറമേ നാരുകളും കട്ടിയുള്ള ചിരട്ടയുള്ളതും അതിനുള്ളിൽ മാംസളമായ ഭാഗവും അതിനുള്ളിൽ അമൃതിന് തുല്യമായ ശുദ്ധജലവും ഉള്ളതിനാലാണ് നാളികേരത്തെ നമ്മുടെ ശരീരത്തോട് ഉപമിച്ചിരിക്കുന്നത്. നാളികേരം ഒരു തവണ ഉടയ്ക്കുമ്പോൾ പൊട്ടിയില്ല എങ്കിൽ അത് തന്നെ വീണ്ടും ഉടയ്ക്കാൻ പാടുള്ളതല്ല. അതിനാൽ മറ്റൊരു നാളികേരം വാങ്ങി വീണ്ടും ഉടച്ച് വിഘ്നങ്ങൾ അകറ്റേണ്ടതാണ്. ഇനി സ്വയം എറിഞ്ഞുടയ്ക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവർക്കാണെങ്കിൽ മറ്റാരെ കൊണ്ടെങ്കിലും ഇത് ഉടപ്പിച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ ചെയ്യുന്നതിൽ യാതൊരു ദോഷവുമില്ല. ഗണങ്ങളുടെ നായകനായ ഗണപതിക്ക് നാളികേരം ഉടയ്ക്കുന്നത് വഴി എല്ലാ ദോഷങ്ങളും അകലും എന്നാണ് വിശ്വാസം. നാളികേരം ഉടഞ്ഞാൽ നമ്മൾ വിചാരിച്ച കാര്യം സാധിക്കുമെന്നാണ് വിശ്വസിച്ചു പോരുന്നത്. ഉടഞ്ഞില്ല എങ്കിൽ വിഘ്നങ്ങൾ മാറിയിട്ടില്ല എന്നും മനസ്സിലാക്കേണ്ടതുണ്ട്. ശുഭകാര്യങ്ങൾ നടക്കുന്നതിന് മുമ്പായി